ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരികൽപ്പന എന്ന് റിച്ചാർഡ് ഫീമനെ പോലുള്ള ഭൗതിക ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചത് കണസിദ്ധാന്തത്തെയാണ്. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകനായ ഡെമോക്രിറ്റസ് ആണ് ഈ സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. പക്ഷേ ഡെമോക്രിറ്റസിന് മുൻപേ കണസിദ്ധാന്തത്തെ മുന്നോട്ട് വെച്ചത് ഒരു ഭാരതീയ ഋഷിയായിരുന്നു. പേര് കണാദൻ. പേരിൽ തന്നെ ആ കണമുണ്ട്. വൈശേഷിക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായ കണാദമുനിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വേദവീക്ഷണത്തെ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് വിവരിക്കുന്ന പ്രാചീന ഭാരതത്തിലെ ഫിസിക്സ് ആയിരുന്നു വൈശേഷിക ദർശനം. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടക പദാർത്ഥങ്ങളായിക്കൊണ്ട് പൃഥ്വി, അപ്പ്, തേജസ്, വായു എന്നീ 4 തരത്തിലുള്ള കണങ്ങളുണ്ടെന്നും ഇവ നിലനിൽക്കുന്നത് ആകാശം എന്ന സർവത്ര വ്യാപ്തമായ മറ്റൊരു ദ്രവ്യത്തിലാണെന്നുമാണ് വൈശേഷികം പഠിപ്പിക്കുന്നത്. അടിസ്ഥാന കണങ്ങളായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ 4 ഭൂതങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകത്ത് അടിസ്ഥാന ദ്രവ്യാവസ്ഥകൾ 4ആയിട്ട് കാണപ്പെടുന്നത് എന്ന് വൈശേഷികം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൃഥ്വിയുടെ പ്രകടത ഖര അല്ലെങ്കിൽ സോളിഡായിട്ടും, അപ്പിൻ്റെ പ്രകടത ദ്രാവക ലിക്വിഡായും, വായുവിൻ്റെ പ്രകടത വാതകം ഗ്യാസായും, അഗ്നിയുടെ പ്രകടത പ്ലാസ്മയായും കാണപ്പെടുന്നു. കണഭാവത്തിലും മഹദ്ഭാവത്തിലും വർത്തിക്കുന്ന പഞ്ചഭൂതങ്ങളെന്ന അടിസ്ഥാന ദ്രവ്യങ്ങളെക്കുറിച്ച് കണാദമുനി നമുക്ക് പറഞ്ഞു തരുന്നു. പഞ്ചഭൂതങ്ങളോടൊപ്പം ദിക്കാലമാനങ്ങളെക്കുറിച്ചും മനസ്സ്, ആത്മാവ് എന്നിവയെയും ദ്രവ്യമായിട്ട് കണാദമുനി കണക്കാക്കിയിരുന്നു. നമ്മുടെ പ്രാചീന ഗുരുകുലങ്ങളിൽ പഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രമായിരുന്നു അക്കാലത്ത് വൈശേഷിക ദർശനം. ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് വൈശേഷിക ദർശനം. ഏതായാലും എല്ലാവരും ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു ലോകത്ത് ഭാരതത്തിൻ്റെ പഴമയുടെ സംഭാവന എന്തായിരുന്നു എന്ന് ആധുനിക ലോകം മനസ്സിലാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.